Hi guys. So in this video I'll be discussing the question 4B. So this question വന്നിട്ട് സിംഗിൾ സോൾ ട്രേഡർ പ്ലസ് സിംഗിൾ എൻട്രി ചാപ്റ്റർ രണ്ട് ചാപ്റ്ററും കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രശ്നം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എത്ര 8 മാർക്സ് ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് സോൾവിങ് ഇറ്റ്. സോ ക്വസ്റ്റ്യൻ വായിക്കാം. ഹർഷിത് traders are carrying on the retail business of electrical goods. They keep their books of account under single entry system. Now the balance sheet as on 31st March 23 was as follows. So you have been given assets തന്നിട്ടുണ്ട്, liabilities തന്നിട്ടുണ്ട്. Next, the summary of cash and bank book for the year ended 31st March 24 was given as below. So എന്തൊക്കെയാണ് receipts and payments തന്നിട്ടുണ്ട് അല്ലേ, and additional information there are 5 adjustment. Now how to solve a single entry question, എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ? ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, എല്ലാം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, എന്താ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 24 ആൻഡ് ദി ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുക, സൈമിൾട്ടേനിയസ്ലി ഓപ്പൺ ചെയ്യുക. Now if you are taking an item, നമ്മളിപ്പോൾ ഒരു ഐറ്റം എടുക്കുന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തിന്റെ എന്ത് വേണം, കംപ്ലീറ്റ് പോസ്റ്റിങ്ങും അതെന്ത് കംപ്ലീറ്റ് ആയിരിക്കണം. അതിൽ ഇനി ഒരു സ്ഥലത്തും അതിന്റെ ഒരു എഫക്റ്റ് മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആ ഒരു രീതിയിൽ അല്ലെ ആ ഒരു അപ്രോച്ചിലായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. സോ ഇവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഓപ്പൺ ചെയ്തിട്ട് നൗ അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെ തന്നിട്ടുണ്ട്. The GP ratio, gross profit ratio is 12.5% on sales is maintained throughout the year. So you know the GP ratio. About the gross profit തന്നിട്ടുണ്ട്, GP ratio. Now during the year, discount allowed to trade debtors was ₹62,500 and discount received from trade creditors amount to 35,000. So ഇതെന്താ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സിന്റെയും. സോ എന്ത് ചെയ്യുക, ക്രെഡിറ്റേഴ്സിന്റെ ലെഡ്ജർ അക്കൗണ്ട്, ഡെറ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും ലെഡ്ജർ അക്കൗണ്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. സോ ഇവിടെ കാണാം നിങ്ങൾക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ് അക്കൗണ്ട്. നൗ നെക്സ്റ്റ് എന്ത് ചെയ്യുക, ക്യാഷ് അക്കൗണ്ടും കൂടി ഓപ്പൺ ചെയ്യുക. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ജനറൽ, അത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഒരു കാൽക്കുലേഷൻ, നമുക്ക് ഒരു ഐറ്റം മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വി ആർ ഓപ്പണിങ് എ ക്യാഷ് അക്കൗണ്ട് ഓൾസോ. സോ ഇതിൽ നൗ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ ഫസ്റ്റ് ഐറ്റം എടുക്കാം, ക്യാഷ് പർച്ചേസ് ആണ്. സോ അതിന് മുന്നേ എന്തുണ്ടാവും, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തൊക്കെ ഉണ്ടാവും, ഓപ്പണിംഗ് സ്റ്റോക്ക്, പെർച്ചേസസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ് അല്ലെ. ജനറലി ഈ 4 കാര്യം എന്തായാലും ട്രേഡിംഗ് ഒക്കെ ഉണ്ടാവും. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യം എടുക്കാം അല്ലെ. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. സോ അതില് സ്റ്റോക്ക് ഇൻ ട്രേഡ് 1,70,800 ആയിരിക്കും കറണ്ട് ഇയറിലെ ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ അതെന്ത് ചെയ്യാം, ഡയറക്ട്ലി പോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് അടുത്ത ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ട്രേഡിംഗ് ഒക്കെ അടുത്തായിട്ട് എന്തായിരിക്കും, പർച്ചേസ് ആയിരിക്കും. സോ പർച്ചേസ് റിലേറ്റഡ് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ ക്യാഷ് പർച്ചേസസ് 9,48,400 ഉണ്ട്. ആൻഡ് പർച്ചേസ് ഉണ്ടെങ്കിൽ ആരും കൂടി ഉണ്ടാവും, ക്യാഷ് പർച്ചേസ് ആണ്. സോ ആരും കൂടി ഉണ്ടാവും, ക്രെഡിറ്റേഴ്സ് വിൽ ബി ദർ. സോ ട്രേഡ് ക്രെഡിറ്റേഴ്സും ഉണ്ട്, അവരുടെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ദെൻ അഡ്ജസ്റ്റ്മെന്റിൽ എന്തുണ്ട്, ദി ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ട്രേഡ് ക്രെഡിറ്റേഴ്സും തന്നിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റർ ലെഡ്ജർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. സോ അതിൽ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റേഴ്സ് വിൽ ബി ഹാവിംഗ് ക്രെഡിറ്റ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എന്തുണ്ടാവും, 75,200. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ, സോ അതിന് 75,200. നൗ ആഡ് നെക്സ്റ്റ് ഇൻഫോർമേഷൻ എന്താ, ക്യാഷ് പർച്ചേസ് ആണ്. സോ ക്യാഷ് പർച്ചേസ് എവിടെ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ വരില്ല. സോ വി ക്യാൻ ഇഗ്നോർ ദാറ്റ്. നൗ അതിന്റെ നെക്സ്റ്റ് പോയിന്റ് തന്നെ എന്താ, പേയ്മെന്റ് ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആണ്. സോ പേയ്മെന്റ് ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ് മീൻസ് ക്രെഡിറ്ററിനെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അത് എത്ര, 75,45,000. സോ ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ബാലൻസ് വിൽ കം ഡൗൺ. നോ, അപ്പൊ എന്ത് ചെയ്യണം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 75,45,000 റെക്കോർഡ് ചെയ്യുക.
നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ദർ ഇസ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ട്രേഡ് ക്രെഡിറ്റർ. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ട്രേഡ് ക്രെഡിറ്റേഴ്സ് ₹35,000. സോ അതും എന്ത് ചെയ്യുക, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക 35,000. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ആസ് ഓൺ 31st March 2024 ക്ലോസിംഗ് ബാലൻസ് ഓഫ് ട്രേഡ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് വേർ 2,20,500 and 1,05,600 റെസ്പെക്റ്റീവ്ലി. അതിന്റെ മീനിങ് എന്താ, ട്രേഡ് ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് വന്നിട്ടുണ്ട് 1,05,600. അതെന്ത് ചെയ്യുക, ബാലൻസ് ക്യാരി ഡൗൺ 1,05,600. നൗ വാട്ട് ഇസ് ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് പർച്ചേസസ് യു ഹാവ് മെയ്ഡ്? ജസ്റ്റ് ഈ ലെഡ്ജർ അക്കൗണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ബാലൻസ് ചെയ്യുക ആൻഡ് ബാലൻസിങ് ഫിഗർ വിൽ ബി ദി ക്രെഡിറ്റ് പർച്ചേസസ്. അപ്പൊ എന്ത് ചെയ്യുക, പർച്ചേസ് എത്രയാണ് വന്നത്, 76,10,400. അതാണ് ബാലൻസ് വന്നത്. ദാറ്റ് ഇസ് ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് പർച്ചേസസ് യു ഹാവ് മെയ്ഡ്. നൗ സിംഗിൾ എൻട്രി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനി പർട്ടിക്കുലർ ഐറ്റം ദ ബാലൻസിങ് ഫിഗർ വരുന്ന ഐറ്റത്തിന് എന്ത് ചെയ്യണം, ബ്രാക്കറ്റിൽ BF എന്ന് ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞ് യു ഷുഡ് ഇൻഡിക്കേറ്റ് ഇറ്റ്. ഓക്കെ, സോ അതിനാണ് ഇവിടെ പർച്ചേസസിന് ഇവിടെ BF എന്ന് കൊടുത്തിരിക്കുന്നത്. നൗ യു ഗോട്ട് ദി ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട് കിട്ടി 76,10,400. അതെന്ത് ചെയ്യാ, നേരെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസസിൽ ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട്. നൗ ക്രെഡിറ്റ് പർച്ചേസ് മാത്രമാണോ, യു ഹാവ് മെയ്ഡ് ക്യാഷ് പർച്ചേസസ് ഓൾസോ വിച്ച് ഇസ് 9,48,400. അതും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക 76,10,400 പ്ലസ് 9,48,400 വിച്ച് കംസ് ടു 85,58,800 rupees ആണ് എന്ത് പർച്ചേസിന്റെ എമൗണ്ട്. നൗ ഇവിടുത്തെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് കഴിഞ്ഞോ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലെ ഓരോ ഐറ്റമും എവിടെ പോവും, ഫൈനൽ അക്കൗണ്ട്സിലേക്ക് പോകും. ദാറ്റ് ഇസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വരും. എന്തൊക്കെയാ, ഡിസ്കൗണ്ട് റിസീവ്ഡ് എവിടെ പോവും, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോകും. ബിക്കോസ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആൻഡ് എന്താ ഇൻകം പോലെ അല്ലെ, ക്രെഡിറ്റ് ആണ്. സോ ഡിസ്കൗണ്ട് റിസീവ്ഡ് 35,000 P&L ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ദെൻ ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ബാങ്കിന് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, ക്രെഡിറ്റേഴ്സ് ചെയ്ത എമൗണ്ട് 75,45,000. നൗ ബാലൻസ് ക്യാരി ഡൗൺ ഇസ് ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റർ വിച്ച് വിൽ ഗോ ടു ദി ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31/3/2024 ക്രെഡിറ്റേഴ്സ്. ഇവിടെ 1,05,600. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ എല്ലാം ഐറ്റവും വി ഹാവ് ടേക്കൺ ടു ഇറ്റ്സ് കറക്റ്റ് പ്ലേസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വി ഹാവ് റെക്കോർഡഡ്. സോ സിമിലർലി ഫോർ ഡെറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യുക. ആൻഡ് ഫോർ ഓൾ ദി ഐറ്റംസ് മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് ആൻഡ് എവറി ഐറ്റം ഹാസ് ബീൻ റെക്കോർഡഡ്. ഇവിടെ അതാത് സ്ഥലത്ത് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. നൗ നെക്സ്റ്റ് അങ്ങനെ പർച്ചേസ് കിട്ടി. നൗ സെയിൽസ്, കമ്മിങ് ടു സെയിൽസ്. സോ സെയിൽസിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയുണ്ട്, സെയിൽസിനെ റിലേറ്റ് ചെയ്തിട്ട് there are debtors. സെയിൽസ് ഉണ്ടെങ്കിൽ, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഡെറ്റേഴ്സ് ഉണ്ടാവും. ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 1,45,400. എന്ത് ചെയ്യുക, ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, വർക്കിംഗ് നോട്ടില് ഡെറ്റേഴ്സ് അക്കൗണ്ട്. അതില് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് എത്രയാ, 1,45,400 റെക്കോർഡ് ചെയ്തു. നൗ ഫോർ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ ക്യാഷ് ബുക്കിൽ ഇഫ് യു ഹാവ് ഗോട്ട് എനി പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. എവിടെ ക്യാഷ് ബുക്കിൽ then you have the receipt from trade debtors which is 85,52,000. പൈസ കിട്ടിയതല്ലേ, സോ ഡെറ്റേഴ്സിന്റെ ബാലൻസ് അത്രയും കുറഞ്ഞല്ലേ. സോ എന്ത് ചെയ്യുക, ക്രെഡിറ്റേഴ്സിൽ ബാങ്ക് അക്കൗണ്ട് 85,52,000. Now you have made cash sales. So cash sales വരുമോ, cash sales വരില്ല. It will straight away go to the trading and profit and loss ക്രെഡിറ്റ് സൈഡിൽ പോകും ഈ ക്യാഷ് സെയിൽസ്. Now അടുത്ത അഡീഷണൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് അലൗഡ് ടു ട്രേഡ് ഡെറ്റേഴ്സ് വാസ് 62,500. ഡിസ്കൗണ്ട് അലൗഡ് മീൻസ് ഇറ്റ് ഇസ് ആൻ എക്സ്പെൻസ് ഫോർ അസ് അല്ലെ. സോ എന്ത് ചെയ്യുക, P&L പോകേണ്ടത്. ബിഫോർ ദാറ്റ് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എവിടെ എഴുതണം, ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 62,500. നൗ ദിസ് എമൗണ്ട് വിൽ ഗോ ടു P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, സിമിലർലി ട്രേഡ് ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് വിച്ച് ഇസ് 2,20,500. സോ ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുക 2,20,500. നൗ വാട്ട് എന്താണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് എന്ത് നിങ്ങൾക്ക് കിട്ടുന്നോ ദാറ്റ് വിൽ ബി ക്രെഡിറ്റ് പർച്ചേസസ്, ക്രെഡിറ്റ്
sales. It will be the credit sales. So 86,89,600 is the credit sales that you have made. That will go to trading and profit and loss account. Trading account credit side sales that amount will come. So sales and the credit sales plus the cash sales. Cash sales at 10,22,400. So രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ you will get 97,12,000 ആണ് എന്ത് നിങ്ങളുടെ ടോട്ടൽ സെയിൽസ്. സെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ immediately you can calculate the gross profit. എന്തുകൊണ്ടാ? Because gross profit ratio തന്നിട്ടുണ്ട് which is 12.5 on sales. So in the straight away 97,12,000 12.5% is the gross profit. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ gross profit കിട്ടി which is 1,21,000 sorry 12,14,000 ആണ് എന്ത് ഗ്രോസ് പ്രോഫിറ്റ്. Now trading account balance ചെയ്തൂടെ? Yes, trading account balance ചെയ്താൽ whatever balancing figure എന്തായിരിക്കും? It will be closing stock. Closing stock ആയിരിക്കും. Closing stock എത്രയാ? 2,31,600 is the closing stock. Now next in the salary. Salary is 4,12,800. പിന്നെ check whether there is any outstanding. No, salary is outstanding ille? Yes, 9,000 is outstanding. And check whether there is any for the year equal എന്തെങ്കിലും outstanding ഉണ്ടോ? Yes, ഇവിടെ ഉണ്ടല്ലേ. On 31st March 24 an amount of 14,800 was outstanding towards salary. No, do the adjustments in the salary paid during the year, add outstanding at the end, less outstanding at the beginning 9,000. Do the math. Up in the you will get 4,18,600 as salary. Next in the rental, next item rent and taxes which is 2,51,600. Any further adjustments directly record it as 2,51,600. Next sundry expense ആണ് 1,31,400. അതെന്ത് record 1,31,400. Next item എന്താ? P&L കഴിഞ്ഞില്ലേ? Now drawings ആണ്. Drawings will go to capital fund എന്ന് എന്ത് ചെയ്യണം? Drawings-നെ കുറയ്ക്കണം. Then you have closing cash balance. ഇതെവിടെ പോകും? നേരെ cash balance അല്ലെ? Closing cash balance balance sheet cash and cash equivalents 1,71,200. Next interest on investments. Interest on investments എത്രയാ? 3,600. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ? 6% ഇൻവെസ്റ്റ്മെന്റ്. സോ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? എമൗണ്ട് 60,000 ആണ്. അതിന്റെ 6% ആണ് എന്ത്? 3,600. അത് കിട്ടിയിട്ടുണ്ടോ? യെസ്. അതെന്ത് ചെയ്യാ? ദാറ്റ് ഇസ് എൻ ഇൻകം. സോ എന്ത് ചെയ്യാ? P&L ക്രെഡിറ്റ് സൈഡിൽ interest on investment 3,600. Now next എന്താ? അടുത്തത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിൽ എന്തൊക്കെയുണ്ട്? മോട്ടോർ വെഹിക്കിൾ. സോ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയുണ്ട്? മോട്ടോർ വെഹിക്കിളിന്റെ 1,10,500. അതിനെന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ കുറയ്ക്കേണ്ട. യെസ്, ഡിപ്രീസിയേഷന്റെ റേറ്റ് വന്നിട്ടുണ്ട് 10% ഫോർ മോട്ടോർ വെഹിക്കിൾ ആൻഡ് ഫർണിച്ചർ. അപ്പൊ അതിന്റെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുക? സോ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് എവിടെ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുക. Then the depreciation amount will straight away go to P&L. P&L debit side depreciation motor vehicle അതിന്റെ depreciation ആണ് 11,000. Then ഫർണിച്ചറിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 73,500. അതിന്റെ 10% 7,350 അതും പോകും. സോ നെക്സ്റ്റ് only there are only two assets. സോ അതിന്റെ എന്ത് ചെയ്യുക? രണ്ടിന്റെയും ക്ലോസിംഗ് ബാലൻസ് വിച്ച് ഇസ് ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ഡിപ്രീസിയേഷൻ. അതിന്റെ ക്ലോസിംഗ് ബാലൻസ് എവിടെ വരും? ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിൽ വരും. നെക്സ്റ്റ് ഐറ്റം എന്താ? സ്റ്റോക്ക് ഉണ്ടാവില്ലേ? സ്റ്റോക്ക് എന്താ നമ്മൾ കണ്ടുപിടിച്ചു? സ്റ്റോക്കിന്റെ വാല്യൂ എത്ര? 2,31,600. അത് എന്താ? സ്ട്രേറ്റ് അവേ സ്റ്റോക്കിന്റെ വാല്യൂ ചെയ്താ. ദെൻ ഡെറ്റേഴ്സിന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ ഡെറ്റേഴ്സിന്റെ ലെഡ്ജർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് 2,20,500. ദെൻ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ അത് എത്രയാ? 60,000. അത് ക്വസ്റ്റ്യനിലുണ്ട്, ഡയറക്ട്ലി റെക്കോർഡഡ്. ദെൻ ക്യാഷ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ക്യാഷ് അക്കൗണ്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തന്നിട്ടുണ്ടല്ലോ. ക്യാഷ് അക്കൗണ്ട് അതിന്റെ ക്ലോസിംഗ് ബാലൻസ് 1,71,300. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത് 1,71,300. അതെന്ത് ചെയ്യുക? ക്യാഷ് ബാലൻസ് ഷീറ്റില് ക്യാഷിന്റെ അവിടെ 1,71,300. നെക്സ്റ്റ് കമ്മിങ് ടു ലയബിലിറ്റീസ്, ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? 6,05,000 ആണ്. അതിന്റെ കൂടെ
എന്ത് കുറയ്ക്കണം എന്ന് പറഞ്ഞു, ഡ്രോയിങ്സ് കുറയ്ക്കണം. ബിക്കോസ് ഇവിടെ ഡ്രോയിങ്സ് നമ്മൾ എടുക്കാൻ ബാക്കിയുള്ള ഐറ്റം അല്ലെ ഡ്രോയിങ്സ്. സോ അതെന്ത് ചെയ്യുക, ഡ്രോയിങ്സ് ലെസ് ചെയ്യുക 2,40,000. ദെൻ ആഡ് നെറ്റ് പ്രോഫിറ്റ്. എവിടെ നെറ്റ് പ്രോഫിറ്റ്, പി ആൻഡ് എൽ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ക്യാപിറ്റൽ ഫണ്ട് ആഡ് ചെയ്താൽ you will get 7,20,150 as the closing capital. Then creditors നമ്മൾ ഓൾറെഡി ഫസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ബാലൻസ് 1,05,000 അത് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് എന്താ, സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 14,800. അതെവിടെയാണ്, യെസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സാലറീസ് അക്കൗണ്ട്, സാലറി പി ആൻഡ് എൽ നമ്മൾ സാലറീസ് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എവിടെ റെക്കോർഡ് ചെയ്യണം, സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യണം. സോ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. സി യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.